ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ഉള്ളിയും തക്കാളിയും വഴറ്റിയെടുത്ത് സമയം കളയാതെ പെട്ടെന്നൊരു ചിക്കൻ കറി എങ്ങനെ വെക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്കിതുപോലെ ചിക്കൻ കറി, ബീഫ്, മട്ടൻ ഒക്കെ ഉപയോഗിച്ചിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 2-3 സവാള ചെറുതായതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് 2-3 പച്ചമുളക്, കുറച്ച് മല്ലിയില, 3 ടൊമാറ്റോ, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ കളർ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കിതുപോലെ വഴറ്റി കൊടുക്കണം. ഇനി കുക്കറിന് പകരം വേറെ സാധാരണ നമ്മൾ പാത്രത്തിൽ വെച്ചാലും മതി കേട്ടോ. അപ്പോൾ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ സവാള നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്തോട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഇതിൻ്റെ സ്മെല്ലൊന്ന് മാറി കിട്ടണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ സ്മെല്ല് മാറി വരുന്നതിന് വഴറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കിലോ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ച് 2 വിസിലടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിന്, ചപ്പാത്തിക്ക്, ദോശയ്ക്ക് എല്ലാത്തിനും കൂടി നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ, താങ്ക് യു.